ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. SSLC പരീക്ഷയൊക്കെ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണിത്. അതായത് എപ്പോഴാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് നമുക്ക് 10ാം ക്ലാസ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക, അതുപോലെ ഇൻഡിവിജ്വൽ റിസൾട്ട് ഓരോ വിദ്യാർത്ഥിയുടെയും റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, സ്കൂളിലുള്ള മൊത്തം വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, പല വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മെയ് 19, 20 ആ ഒരു സമയത്തൊക്കെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. ഈ വർഷം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച അറിയിപ്പ് മെയ് ആദ്യ വാരം, അതായത് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്? നിങ്ങൾക്കൊരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ വഴി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. ഏതൊക്കെ വെബ്സൈറ്റുകളാണ്? 4-5 വെബ്സൈറ്റുകളുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളത്. ആ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് റിസൾട്ട് പരിശോധിക്കുന്ന രീതിയും ഗവൺമെൻറ്റിൻ്റെ വിവിധ വെബ്സൈറ്റുകളും അതേപോലെ സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കുന്ന രീതിയൊക്കെ വ്യക്തമായിട്ട് ആ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആ പാറ്റേൺ എന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഈ റിസൾട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ രജിസ്ട്രേഷൻ നമ്പർ. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഹോൾ ടിക്കറ്റിലുള്ള ആ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പം ആ നമ്പർ നിർബന്ധമായിട്ട് ആവശ്യമാണ്. ആ നമ്പറും അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ സാധിക്കുക? അതായത് ഒരു സ്കൂളിലുള്ള മൊത്തം വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ കാണാൻ സാധിക്കും? അതിന് സ്കൂൾ കോഡ് അത്യാവശ്യമാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഓരോ കോഡുകളുണ്ട്. അപ്പോൾ ഈ സ്കൂൾ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന് ഒരു കോഡ് ഉണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അധ്യാപകരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാലും സ്കൂൾ കോഡ് കിട്ടും. ഇനി സ്കൂൾ കോഡിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സ്കൂൾ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾ SSLC റിസൾട്ട് ഇൻഡിവിജ്വൽ ഏത് വെബ്സൈറ്റ് വഴിയാണോ നിങ്ങൾ പരിശോധിച്ചത് ആ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ വാട്സപ്പിലേക്ക് വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് നമുക്കറിയാം, വിദ്യാഭ്യാസ ഡയറക്ടറും അതേപോലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒരു വാർത്താ സമ്മേളനം വഴിയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റുകൾ വഴി, അതായത് പ്രധാനമായിട്ടും നമുക്ക് ഉള്ള വെബ്സൈറ്റ് കേരള പരീക്ഷാ ഭവൻ എന്ന വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ result.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റും, അങ്ങനെ 2-3 വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ അപ്പോൾ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്നില്ല. ഒരു 1-2 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ വെബ്സൈറ്റുകൾ വഴി റിസൾട്ട് പരിശോധിച്ചാൽ മതിയാകും. ഇനി അപ്പോഴും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ വെബ്സൈറ്റിൽ ഒരേ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ, നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒരേ സമയത്ത് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് റിസൾട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെർവറിൻ്റെ പ്രശ്നം വരും, സെർവർ ഡൗൺ ആകും. അങ്ങനെ നിങ്ങൾക്ക് പല എററും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് SSLC റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലഭിക്കണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ
ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം നിങ്ങൾ കമന്റ് ടെക്സ്റ്റ് ചെയ്യുക. +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ വഴി കാണാം. ബൈ.